ഈ വാഹനങ്ങൾ ഉടൻ പർച്ചേസ് ചെയ്ത ഭാഗത്ത് നിന്ന് മാറ്റേണ്ടതാണ്. ആത്മീയത മനുഷ്യ ജീവിതത്തിന്റെ മൃഗസഞ്ചേതനയാണെന്ന് ലോക ജനതയെ ബോധപ്പെടുത്തിയ കൊടക്കനക്കൽ തറവാട്ടിലെ വെൺമുട്ട് പാണക്കാട് സയ്യിദ് സൗദിഖലി ഷിഹാബ് തങ്ങൾ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു പ്രസംഗപീഠത്തിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഭിനയ ഉസ്താദ് സർഷേരി സയ്യിദ് മുസ്തഫ, വേദിയിലെ മറ്റു മഹാപണ്ഡിത ശ്രേഷ്ഠന്മാരെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരളീയ സമൂഹത്തിന് ആധ്യാത്മിക മേഖലയിൽ കരുത്തുറ്റ നേതൃത്വം നൽകിയ സംസ്ഥ കേരള ജമിയത്തുൽ ഉലമ ഒരു ദിനപത്ര ശ്രേണിയിലേക്ക് സുപ്രഭാതം പത്രത്തിലൂടെ ഇന്ന് കടന്നു വന്നിരിക്കുകയാണല്ലോ. ഈ ദിനം തന്നെ മലയാളി മനസ്സുകളിൽ എന്നെന്നും നിലനിൽക്കുന്ന ഒരു സുപ്രഭാതമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള ഭാവുകളും നേരുന്നു. അസ്സലാമു അലൈക്കും. ഇന്ത്യൻ ന്യൂനപക്ഷത്തിന്റെ ആധികാരിക ശബ്ദം മതസൗഹാർദ്ദത്തിന് സ്വീകാര്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന അനുഗ്രഹീത പാർലമെന്റേറിയൻ എം.എ. ഷാനവാസ് എം.പി. സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് സുപ്രഭാതത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുന്നത്. കുറച്ച് നാളുകളായി സുപ്രഭാതം വരുന്നു എന്ന് കേട്ട് അവസാനം സുപ്രഭാതം ഇതാ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. തോമസ് ജേക്കബ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. 100 കോപ്പിയുമായി മനോരമ ആരംഭിച്ചു, 250 കോപ്പിയുമായി മാതൃഭൂമി ആരംഭിച്ചു. സുപ്രഭാതം ഇന്നൊരു ലോക റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. 5.5 ലക്ഷം കോപ്പിയുമായി സുപ്രഭാതം ആരംഭിച്ചിരിക്കുന്നു. 6 എഡിഷനും ധാർമ്മികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സമസ്തയുടെ കരങ്ങളിൽ സുപ്രഭാതത്തിന്റെ ഭാവി സുരക്ഷിതമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സമസ്തയുടെ നേതാക്കളെല്ലാവരും തമ്മിൽ ആത്മീയ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. നേരെ വാ നേരെ പോ എന്ന് മാത്രം ചിന്തിക്കുന്ന, ഇതുപോലെ സ്ട്രെയിറ്റ് ഫോർവേഡായി ജീവിതത്തെയും സമൂഹത്തെയും സമുദായത്തെയും കാണുന്ന മറ്റൊരു പ്രസ്ഥാനമുണ്ടോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സമസ്തയുടെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായ ഒരു പത്രമായി ഇത് മാറട്ടെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നവാസ് വളരെ പരിചയസമ്പന്നനാണ്, വളരെ കഴിവുള്ളവനാണ്. വലിയ ഉത്തരവാദിത്തമാണ് നവാസിന്റെയും ടീമിന്റെയും പക്കൽ ഇത് വന്നിരിക്കുന്നത്. കാരണം ഈ 5.5 ലക്ഷം കോപ്പി എന്നുള്ളത് ഇനിയും വർദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരു കോപ്പി പോലും താഴെ പോകാതെ 1ാമത്തെ വാർഷികമാകുമ്പോൾ 10 ലക്ഷം കോപ്പി അടിക്കുന്ന പത്രമായി മാറുവാൻ അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കേരളത്തിൽ മതേതരത്വത്തിന് വേണ്ടി സംസാരിക്കാൻ, സാമുദായിക ഐക്യത്തിന് വേണ്ടി സംസാരിക്കാൻ, പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ, ഈ രാജ്യത്ത് മുഴുവൻ കഷ്ടപ്പെടുന്നവർക്കും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവന്റെയും ശബ്ദമായി മാറുവാൻ സുപ്രഭാതത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും സുപ്രഭാതം സ്പോൺസർഷിപ്പിലൂടെ എത്തിക്കുന്ന പദ്ധതിയായ സ്നേഹപൂർവ്വം സുപ്രഭാതം, ഈ പദ്ധതി 200 സ്കൂളുകൾക്ക് 10 വീതം സുപ്രഭാതത്തിന്റെ കോപ്പികൾ നൽകി സ്പോൺസർ ചെയ്ത നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി പ്രോ ചാൻസലർ എം.എസ്. ഫൈസൽ ഖാൻ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഈ പ്രൗഢഗംഭീരമായ സദസ്സിൽ ഞാൻ നിൽക്കുന്നത്. വാർത്തയുടെ സുപ്രഭാതം എന്നതിലുപരി അറിവിന്റെ സുപ്രഭാതം എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വിദ്യാലയങ്ങളിൽ കൂടി ഒരു വിദ്യാർത്ഥിക്ക് അറിവ് നൽകുന്നതിന് പത്രം എന്തുമാത്രം പ്രാധാന്യം അർഹിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ 20 വർഷം 15 വർഷം മുമ്പുള്ള IAS IPS ഉദ്യോഗസ്ഥരെടുത്ത് നിങ്ങൾ പഠിച്ച ഗ്രന്ഥം, നിങ്ങൾ IAS എടുക്കാൻ അല്ലെങ്കിൽ IPS എടുക്കാൻ നിങ്ങൾ പ്രചോദനമായ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ അവർ ധൈര്യമായി പറയുമായിരുന്നു എന്റെ പത്രവായന കൊണ്ട് മാത്രമാണ് എന്നുള്ളത്. ആ പത്രവായനയാണ് ഇപ്പോൾ വന്ന് അന്യം നിന്നുകൊണ്ട് കറണ്ട് അഫയേഴ്സ് എന്ന
പുതിയൊരു സംസ്കാരത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സുപ്രഭാതം പൂർണ്ണമായും വിദ്യ എന്നുള്ള പങ്ക്തിയെ വളരെയധികം അഭിനന്ദിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഉദാഹരണമായി കാണുന്നത് ആഴ്ചയിലെ എല്ലാ ദിവസവും ഈ പറയുന്ന വിദ്യാ പഠനം ഉണ്ട് എന്നുള്ളതാണ്. അതിൽ കൂടി സിവിൽ സർവീസ് പഠനം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് സുപ്രഭാതത്തിന്റെ ലക്ഷ്യം. അതിൽ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. ഈ പത്രം ദേശം കടന്ന് ഭാരതത്തിന് തന്നെ ഒരു മാതൃകയായി ആദ്യമായി ഒരു പത്രത്തിൽ സിവിൽ സർവീസ് പഠനം യാഥാർത്ഥ്യമാക്കാമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന വേളയാണ്. എല്ലാവർക്കും നല്ലത് ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. മുത്തും പതിവും ഒത്തുകലർത്തിക്കോർത്ത മുത്തമാല പോലെ ആകർഷണീയത പകരുന്ന പ്രഭാഷണങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ അനുഗ്രഹീത പ്രഭാഷകൻ, സാംസ്കാരിക കൈരളിയുടെ അഭിമാനം ജനാബ് MP അബ്ദുസ്സമദ് സമദാനി സാഹിബ് മുറികൾ കൊണ്ട് ഇന്ദ്രജാലം തീർക്കുന്നു. സാദരം ക്ഷണിക്കുന്നു പ്രസംഗപീഠത്തിലേക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സമസ്തയുടെ അഭിവന്ദനായ അമരക്കാരൻ ചെറുശ്ശേരി ഉസ്താദ് അവർകളെ, അഭിവന്ദനായ കോട്ടുമൽ ഉസ്താദ് അവർകളെ, വേദിയിലുള്ള മറ്റ് പണ്ഡിതരെ, സദസ്സിലുള്ള പണ്ഡിതരെ, സമസ്തയുടെ ഉത്തരവാദപ്പെട്ട നേതാക്കളും പ്രവർത്തകരും അടങ്ങുന്ന ബഹുമാനപ്പെട്ട സഹോദരന്മാർ, വളരെ ചരിത്രത്തിലെ ചില നിമിഷങ്ങൾ വളരെ അവിസ്മരണീയമാണ്. കാലങ്ങൾ കഴിഞ്ഞാലും ആ നിമിഷങ്ങളുടെ ഒരു ഓർമ്മ മനസ്സിൽ നിന്ന്, തലമുറകളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല. പ്രത്യേകിച്ച് സമസ്ത പോലെ കാലത്തിന് പരിക്കേൽപ്പിക്കാൻ കഴിയാത്ത മഹാപ്രസ്ഥാനങ്ങൾ, ആ മഹാപ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഇതുപോലുള്ള സന്ദർഭങ്ങൾ വളരെ വളരെ പ്രധാനമാണ്. സമസ്തയുടെ വളർച്ച എന്ന് പറയുന്നത് അനുസ്യൂതമാണ്, അഭംഗുരമാണ്, നിർവിഘ്നമാണ്. ആർത്തലച്ചു വരുന്ന ഒരു പുഴ പോലെ ഒരു തടസ്സത്തിനും തടസ്സം സൃഷ്ടിക്കാൻ കഴിയാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു മഹാപ്രവാഹമായി പ്രവഹിക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ പ്രവാഹത്തിന്റെ ഭാഗമായി ചരിത്രത്തിൽ പലപ്പോഴും പല സന്ദർഭങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഇന്ന് സാക്ഷികളായിട്ടുള്ളത്. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പോ മറ്റോ ചിന്തിച്ചാൽ ഇതുപോലൊരു പത്രം തുടങ്ങാനോ, ഇത്ര ഗംഭീരമായിട്ട് തുടങ്ങാനോ, ഇത്ര ആസൂത്രണത്തോടെ, ഇത്ര വ്യവസ്ഥാപിതമായി, ഇത്ര ഭംഗിയായി ഒരു സംഗതിയുടെ തുടക്കം തന്നെയാണ് അതിന്റെ ലക്ഷണം എന്ന് പറയാറുണ്ട്. സാധാരണ ദീനിൽ ഒരു സംഗതിയെ വിലയിരുത്തുന്നത് അതിന്റെ ഇബ്തിദാഹും പിന്നെ അതിന്റെ ഖാത്തിമത്തും കണക്കാക്കിക്കൊണ്ടാണ്. ഖാത്തിമത്ത് എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവന്റെ അവസാനത്തെ സന്ദർഭമാണ്. അതിന്റെ തുടക്കം തന്നെ ഖൈറാണെങ്കിൽ അത് മുഴുവനും ഖൈറാണ്. ഇവിടെ തുടക്കം തന്നെ സുപ്രഭാതത്തിന്റെ പ്രകാശമാണ്. അതുകൊണ്ട് എന്നെന്നും ഇൻഷാ അല്ലാഹ് പ്രകാശമാണ് സുപ്രഭാതം ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത്. സമസ്തയുടെ ചരിത്രത്തിൽ ഇവിടെ ഇരുന്നപ്പോ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾക്ക് സാക്ഷിയായത് ഞാനും ഓർത്തുപോയി. ശംസുൽ ഉലമയെ പോലുള്ള വലിയ പണ്ഡിതരുടെ നേതൃത്വത്തിൽ ഒരു കാലത്തൊരു മാസിക തുടങ്ങുന്നതിനെ പറ്റിയുള്ള ആലോചന നടന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. അന്നൊരു യോഗത്തിലിരുന്ന് ധാരാളം അതിന്റെ പേരുകളെക്കുറിച്ച് ചർച്ചയുണ്ടായി. അവസാനം സുന്നി അഫ്കാർ എന്ന പേര് നിർദ്ദേശിച്ചത് ഞാൻ ഇന്നും ഓർക്കുന്നു. ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവറുകളാണ്. ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു, ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ആ പേര് നിർദ്ദേശിച്ചപ്പോഴും ആ നിമിഷത്തിന് സാക്ഷിയായിരുന്നു. പക്ഷേ അന്നൊരു മാസിക തുടങ്ങാനാണ് ആലോചന നടന്നതെങ്കിൽ ഇന്ന് നിരവധി എഡിഷനുകളുമായി ഒരു പത്രം തുടങ്ങുന്ന മഹാപുരോഗതിയിലേക്ക് സമസ്ത വളർന്ന് വികാസം പ്രാപിച്ച് ആകാശം മുട്ടി നിൽക്കുന്ന ഒരു മരം പോലെ. ഒരു നല്ല മരം എന്ന് പറയുന്നത് മസലു കലിമത്തിൻ തയ്യിബ കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിത്തും വഫർഉഹാ ഫിസ്സമാ എല്ലാ സമയത്തും കായ്കനികൾ നൽകുന്ന, ഭൂമിയിലേക്ക് ആഴത്തിൽ വേരുറച്ചു പോയ, മാനത്ത് ചില്ലകൾ പടർത്തി നിൽക്കുന്ന ഒരു വടവൃക്ഷം പോലെയാണ് നല്ല വാക്ക് കലിമത്തുൽ തയ്യിബ എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത്. മാധ്യമപ്രവർത്തനത്തിന്റെ അടിസ്ഥാനം വാക്കാണ്. ഏത് കലാപ്രവർത്തനത്തിന്റെയും സാഹിത്യ പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനം വചനമാണ്, വാക്കാണ്.
ആ വചനം കൊണ്ടാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ തുടങ്ങിയിട്ടുള്ളതെന്നാണ് ഖുർആൻ പറയുന്നത്. ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ. അല്ലാഹു എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ കുൻ, കുൻ എന്ന വാക്ക് ഉച്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഫയകൂൻ, അപ്പോൾ അത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വാക്കിനെ നമുക്കൊരിക്കലും നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല. ഇന്ന് ചിറകടിച്ചുയരുന്ന ഈ വാക്ക് അധികം താമസിയാതെ മലയാളികളുടെ ഹൃദയാന്തരാളങ്ങളെ കീഴടക്കി ഒരു പ്രസ്ഥാനമായി തന്നെ ഈ വാക്ക് വളരാൻ പോകുന്നുവെന്ന് വിളിച്ചോടുന്ന സമ്മേളനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ തുടക്കം തന്നെ ഗംഭീരമാണ്. ഞാനിതിന്റെ സംഘാടകരെ ഇത് ഇത്രയും ഭംഗിയായി ഈ സമ്മേളനം തന്നെ, ഈ പ്രകാശനം തന്നെ സംഘടിപ്പിച്ച ഇതിന്റെ ശില്പികളെ, ഇതിന്റെ അണിയറ ശില്പികളെ, ഇതിന്റെ നിലവാരം, ഇതിന്റെ ഭംഗി, ഇതിന്റെ ചാരുത, ഇതിന്റെ സൗന്ദര്യം, ഇതിന്റെ ശാലീനത, ഇതിന്റെ ഉള്ളടക്കം, ഉൾക്കനം, എല്ലാത്തിന്റെയും പേരിൽ ഇതിന്റെ ശില്പികളെ അഭിനന്ദിക്കാനും അതോടൊപ്പം മുൻ കടന്നുപോയ പണ്ഡിതർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല പല നിമിഷങ്ങൾ ചരിത്രത്തിലൊരു പ്രസ്ഥാനം പല പല ഘട്ടങ്ങളിലൂടെ കടന്നുപോകും. മുമ്പൊരു മാസികയുടെ പേര് ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയിരുന്ന അവസ്ഥയിൽ നിന്ന് പത്രം തുടങ്ങുന്ന അവസ്ഥയിലേക്ക് SKSSFന്റെ ഉദയത്തിന്റെ സന്ദർഭവും ഞാൻ ഓർത്തു പോവുകയാണ്. ആ സമ്മേളനത്തിൽ ഹംസലയുടെ നേതൃത്വത്തിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കാൻ അവസരമുണ്ടായതും ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്. ഇങ്ങനെ ഓരോ നിമിഷങ്ങളിലൂടെ, ഓരോ സന്ദർഭങ്ങളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളെ ക്ഷീണം ബാധിക്കുകയില്ല. അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ നിലനിൽക്കേണ്ടതാണ് എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ പാഠം. ഇനിയും ഒരു നല്ല പത്രപ്രവർത്തനത്തിനുള്ള സകല സാധ്യതകളും നമ്മുടെ നാട്ടിലുണ്ട്. നല്ല പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ മാന്യമായി, സൗമ്യമായി, നൈതിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. ധാരാളം മത്സരങ്ങളുള്ള വേദിയാണ്. പക്ഷേ ആ മത്സരങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഒരുപാട് സത്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ, അതോടൊപ്പം അറിവ് പകർന്നു കൊടുക്കാൻ. പത്രം എന്ന് പറയുമ്പോൾ ഇന്ന് വാർത്തകൾ വിളമ്പുന്ന ഒരു മാധ്യമം മാത്രമല്ല, ആ കാലം കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് പത്രം ആളുകളുടെ സംസ്കാരം, ആളുകളുടെ സ്വഭാവം, ആളുകൾക്ക് അറിവ് പരിചയപ്പെടുത്തി. ഒരു വീട്ടിലൊരു പത്രം വരുമ്പോ വാർത്തയ്ക്ക് വേണ്ടിയല്ല, വാർത്ത വായിച്ചവിടെ മാറ്റിവെക്കാം. അതിലൂടെ ധാരാളം കാര്യങ്ങൾ ജനങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, സമൂഹത്തിന്റെ അകത്തളങ്ങളിലേക്ക് ചെലുത്താൻ കഴിയും, സ്വാധീനം ചെലുത്താൻ കഴിയും. അറിവിന്റെ സുപ്രഭാതമാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത്. അറിവിന്റെ വെളിച്ചം പരത്താൻ ഈ പത്രത്തിന് സാധിക്കും. വളരെ പ്രഗത്ഭരായ ആളുകളെ, നവാസ് പൂനൂരിനെ പോലെ വളരെ പ്രശസ്തരായിട്ടുള്ള മാധ്യമ വ്യക്തിത്വങ്ങളെ, CP രാജശേഖരനെ പോലുള്ള വലിയ മാധ്യമ വ്യക്തിത്വങ്ങളെ, അവരെയൊക്കെ അതിന്റെ അമരസ്ഥാനത്ത് കണ്ടെത്തി വളരെ പ്രഗത്ഭരുടെ ഒരു നിര തന്നെ. ഞാൻ എല്ലാവരുടെയും പേര് പറയുമ്പോൾ എനിക്ക് പരിചയമുള്ളവർ തന്നെ അതിൽ ധാരാളമുണ്ട്. ആ ഒരു സിദ്ധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ പടവുകൾ കയറാൻ, കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ. മുൻകടന്ന പണ്ഡിതന്മാരുടെ അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും ചെയ്യട്ടെ. അവർ കണ്ട കിനാക്കളാണ് പിൽക്കാലത്ത് പുലരുന്നത്. അവർ അന്ന് കണ്ട സ്വപ്നങ്ങളാണ് പിൽക്കാലത്ത് യാഥാർത്ഥ്യങ്ങളായിട്ട് വരുന്നത്. ഒരു കാലത്ത് കിനാവാണ് പിന്നത്തെ യാഥാർത്ഥ്യം, ഒരു കാലത്തെ ആഗ്രഹങ്ങളാണ് പിന്നത്തെ സത്യങ്ങളും പരമാർത്ഥങ്ങളുമായിട്ട് മാറുന്നത്. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിൽ ഇതുപോലുള്ള മഹനീയമായിട്ടുള്ള വളർച്ച വിദ്യാഭ്യാസ ബോർഡാണെങ്കിലും മദ്രസാ പ്രസ്ഥാനമാണെങ്കിലും അതൊക്കെ ചരിത്രത്തിലെ വലിയ വിഷയങ്ങളായ പോലെ ഈ സുപ്രഭാതവും വലിയ ആളുകൾക്കിടയിൽ ധർമ്മത്തിന്റെ പ്രസാരണം നിർവഹിക്കുന്ന ഒരു വലിയ അവസ്ഥാവിശേഷം സൃഷ്ടിക്കാൻ സാധിക്കട്ടെ. മാധ്യമം എന്ന് പറയുന്നത് മീഡിയ അധികാരമാണ്, മീഡിയ സംസ്കാരമാണ്, മീഡിയ സാമൂഹികമായിട്ടുള്ള പ്രസ്ഥാനമാണ്. ആ മീഡിയയിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് ഇന്നൊരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. മീഡിയ അധികാരമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കും. മീഡിയ അധികാരമാണോ? അതെ, മീഡിയ അധികാരമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അധികാരശക്തി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റുകളല്ല. ആ ഗവൺമെന്റുകളെപ്പോലും ഉയർത്താനും വാഴ്ത്താനും താഴ്ത്താനും സാധിക്കുന്ന മാധ്യമങ്ങളുടെ കയ്യിലാണ് യഥാർത്ഥത്തിൽ അധികാരം കുടികൊള്ളുന്നത്. ആ അധികാരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ, ആ അധികാരം നല്ല നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ. ഞാനൊരു 10-15 കൊല്ലം മുമ്പ്
ഒരു ഹദീസ് കാണുകയുണ്ടായി. പിന്നെ എന്റെ എത്രയോ സംസാരങ്ങളിൽ ആ ഹദീസ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തിരുവചനം ആവർത്തിച്ച് ഒരാവേശം പോലെ ഉദ്ധരിച്ചത് ഞാൻ ഈ വേദിയിൽ സുപ്രഭാതം പോലെ ഒരു പത്രത്തിന്റെ പ്രകാശനം നടന്ന വേദിയിൽ ഓർത്തുപോവുകയാണ്. അഫ്ളലുൽ ഉലൂമി ഇൽമുൽ ഹാൽ, അറിവുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ അറിവ് അവസ്ഥയെക്കുറിച്ചുള്ള അറിവാണ്, സാഹചര്യത്തെക്കുറിച്ചുള്ള അറിവാണ്, ചുറ്റുപാടുകളെക്കുറിച്ചുള്ള അറിവാണ്. ഹാലെന്താന്ന് പഠിക്കലാണ്. ആ ഹാല് മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ ഇൽമ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി സംഗതിയെക്കുറിച്ച് അറിഞ്ഞുകൂടാ, അതിന്റെ സ്വഭാവം അറിഞ്ഞുകൂടാ, അതിന്റെ അവസ്ഥ അറിഞ്ഞുകൂടാ എന്ന് വരുന്നത് ഏറ്റവും വലിയ ഒരു വീഴ്ചയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുവാനും അറിവുകൾ പകരാൻ, അതോടൊപ്പം മതേതരത്വത്തിന്റെ കൊടി ഉയർത്തിപ്പിടിക്കാൻ, സമുദായ സൗഹൃദത്തിന് വേണ്ടി സമസ്ത നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. ആ സമുദായ സൗഹൃദത്തിന്റെ ദേശീയോദ്ഗ്രഥനത്തിന്റെ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ചില വാർത്തകൾ കൊണ്ട് തന്നെ സമുദായങ്ങൾക്കിടയിൽ വേണ്ടാത്ത തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട്. അവിടെയൊക്കെ ഒരു പത്രത്തിന് നിർവഹിക്കാൻ സാധിക്കുന്ന ദൗത്യം സമാധാനത്തിന്റെ ദൂതുമായിട്ടെത്തുക എന്നതാണ്, സൗഹൃദത്തിന്റെ സന്ദേശം പരത്തുക എന്നതാണ്. അതിലൊക്കെ സുപ്രഭാതത്തിന് കഴിയും, സമസ്തക്ക് കഴിയും. സമസ്ത ഇന്ന് മുളച്ചതല്ല, സമസ്ത ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് മുളച്ച തുവരച്ചെടിയല്ല. സമസ്ത കാലഘട്ടങ്ങൾക്ക് സാക്ഷി പറഞ്ഞു പോന്നിട്ടുള്ള ധാരാളം അനുഭവ സമ്പത്തുള്ള ഒരു ഇടുക്ക് കോട്ട പോലെ നിലകൊള്ളുന്ന കാലങ്ങളുടെ ഒരുപാട് വെല്ലുവിളികളെ അതിജയിച്ചു വന്നിട്ടുള്ള പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ മുഖപത്രം അതിന്റെ കരുത്തുറ്റ അമരക്കാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അവരുടെ കരങ്ങളിൽ ഭദ്രമായിരിക്കും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം എന്ന് പറയുമ്പോൾ തന്നെ അത് കുളിർമയുള്ളതാണ്. പ്രഭാതത്തിന്റെ കുളിർമ മനുഷ്യൻ ആഗ്രഹിക്കാത്തവനായിട്ട് ആരുമില്ല. നട്ടുച്ചയെ വെറുക്കുന്നവനും ഉച്ചവെയിലിനെ വെറുക്കുന്നവനും പ്രഭാതത്തെ സ്നേഹിച്ചു പോകും, ഉഷസ്സിനെ സ്നേഹിച്ചു പോകും. കാരണം അത് കുളിർമയാണ്. സുപ്രഭാതം പത്രം വീട്ടിലെത്തുമ്പോ ആളുകൾ ചിലപ്പോ പത്രം വായിക്കാൻ മടിക്കുന്ന കാലം പോലുണ്ട്. പരിക്കേൽപ്പിക്കുന്ന പത്രപ്രവർത്തനം, ആഘാതമേൽപ്പിക്കുന്ന പത്രപ്രവർത്തനം, പാരിശ്യമുണ്ടാക്കുന്ന പത്രപ്രവർത്തനം, കാഠിന്യമുണ്ടാക്കുന്ന പത്രപ്രവർത്തനം, കുളിരൂറുന്ന ഒരു പുതിയ പത്രപ്രവർത്തനത്തിന്റെ ശൈലിയാണ് മലയാളക്കരയിൽ സുപ്രഭാതത്തിന്റെ പിറവിയോടുകൂടി പ്രോത്സാഹനം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഈ നിമിഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കുളിരി എന്ന് വെച്ചിട്ട് കുളിരല്ലാത്തതും പത്രത്തിന് വേണ്ടി വരും, ചിലപ്പോൾ തീക്ഷ്ണത വേണ്ടി വരും. പക്ഷേ പ്രഭാത രശ്മികൾക്ക് തന്നെ കുളിര് മാത്രമല്ല തീക്ഷ്ണതയുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടും കൂടി ചേർന്നുകൊണ്ട് അതിൻ്റെതായ ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ സാധിക്കട്ടെ. കേരള ജനതയുടെ സ്നേഹഭാജനം, ആത്മീയതയുടെ സത്യസുഗന്ധം പരത്തുന്ന വെളിപ്പോട് SKSZ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു പ്രസംഗഘട്ടത്തിലേക്ക്. ഏതാനും സമയത്തിനകം PK അബ്ദുറഹ്മാൻ സംവിധാനം ചെയ്ത ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദര സംവിധാനമായ സമാദരണീയനായ ഷെയ്ഖുന സയ്യിദ് ഉസ്താദ്, ഇതിൽ ഭവിഷ്യായ സമാദരണീയരായ ഉലമാക്കളെ, വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയ പണ്ഡിത നേതൃത്വമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖപത്രം സുപ്രഭാതം എന്നിവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിംകൾ മാത്രമല്ല പൊതുസമൂഹം തന്നെ ഈ പത്രത്തെ സ്വീകരിച്ചിരിക്കുകയാണ്. അള്ളാഹു എന്നും നിലനിർത്തി പെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും. വിനയം അലങ്കാരമാക്കിയ പണ്ഡിത തേജസ്, ഇന്ത്യയിലും അറബ് ലോകത്തും ഒരുപോലെ സുപരിചിതനായ പണ്ഡിത പ്രതിഭ ഷെയ്ഖുൽ ജാമിയ ഷെയ്ഖുന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു പ്രസംഗത്തോട്ടത്തിലേക്ക് അധ്യക്ഷന് വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സതബ്ദൂ ലകൽ അയ്യാമു മാ കുന്ത ജാഹില വയതീക ബിൽ അഖ്ബാരി വലൻ തസവ്വദി.
ഒരു അറബി കവി ജാഹിലിയ ഷുഅറായിൽപ്പെട്ട തറഫത്താണ് ഇത് പാടിയത്. അതിനെ തുടർന്ന് ധാരാളം ആളുകൾ ഈ ആശയം ആവർത്തിച്ചിട്ടുള്ളതാണ്. കാലം നിനക്ക് അറിയാത്ത പലതും കൊണ്ടുവരും എന്നതാണ് ഈ പദ്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സമദാനി സാഹിബ് പറഞ്ഞതുപോലെ മുമ്പ് ഒരു പത്രത്തെപ്പറ്റി ആലോചിക്കുന്നതിന് മുമ്പ് ഒരു വീക്കിലി സംബന്ധമായി ഒരു മാസിക സംബന്ധമായൊക്കെ ആലോചിച്ചത്. പ്രസംഗിക്കാനറിയാം, എഴുതാനറിയാം, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനറിയാം. പക്ഷെ പത്രപ്രവർത്തനം നമുക്കറിയുകയില്ലായിരുന്നു എന്നതാണ് നാം തന്നെ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പത്രത്തിനെ സംബന്ധിച്ചും പത്രപ്രവർത്തനങ്ങളെ സംബന്ധിച്ചും വളരെ മുതൽ തന്നെ പഠനം തുടങ്ങി. ആ പഠനം ഇപ്പോൾ യാഥാർത്ഥ്യമായി. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെയൊക്കെ വിവരങ്ങളുണ്ടോ അതൊക്കെ നമ്മൾക്ക് കിട്ടണം, നമ്മുടെ പത്രങ്ങളിൽ വരണം. അതാണ് മറ്റേ കവി സൂചിപ്പിച്ചത്, തറഫത്ത് സൂചിപ്പിച്ചത്. സത്യബുദ്ധിയിലക്കല്ലയ്യാമു, കാലം നിനക്ക് പ്രകടമാക്കിത്തരും. മാക്കുന്ത ജാഹില, നിനക്ക് വിവരമില്ലാത്തത്. എഞ്ചിനീയറിംഗ് കോളേജ് എങ്ങനെ തുടങ്ങാന്ന് നമുക്ക് വിവരം ഉണ്ടായിരുന്നില്ല. തുടങ്ങി നോക്കുമ്പോൾ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു നമ്മളതാണ് ഏറ്റവും മുമ്പിലല്ലെങ്കിൽ മുമ്പിലുള്ളതിന്റെ കൂട്ടത്തിൽ. പിന്നെ അത് കഴിഞ്ഞ് പത്രം തുടങ്ങുകയാണെങ്കിൽ നമ്മളധികമൊന്നും തുടങ്ങാനാക്കരുത്. തുടങ്ങിയാൽ പിന്നെ സത്തുബുദ്ധിയിലക്കല്ലയ്യാമു മാക്കുന്ത ജാഹില, വിവരമില്ലാത്തതിനെ മുഴുവനും എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരും. മല്ലന്ത സഹോദരി, നീ സമ്പാദിച്ചെടുത്തിട്ടില്ലാത്ത ആളുകൾ വാർത്തകളുമായി എന്റെ മുമ്പിൽ അണിനിരക്കുക. നമ്മുടെ മക്കൾ തന്നെ പൈലിമാര് ഹുദവിമാര് ഒക്കെ പത്രരംഗത്ത് നമ്മുടെ നാട്ടിൽ നമുക്ക് നിർത്താൻ പറ്റാത്ത അത്ര ഉയർന്ന നിലവാരത്തിലാണ്. വെസ്റ്റേൺ രാജ്യങ്ങളിൽ പത്രപ്രവർത്തകന്മാരായി നമ്മുടെ മക്കളുണ്ട്. ശംസുൽ ഉലമ നേരത്തെ ആഗ്രഹിച്ച ആ കാര്യങ്ങളൊക്കെ അദ്ദേഹമല്ലെങ്കിൽ സമദാനി സാഹിബ് പറഞ്ഞതുപോലെ സ്വപ്നം അത് ഒരു സുബഹി, അത് സുബഹി പ്രഭാതം പോലെ പുലർന്നു വരും എന്ന് റസൂലുള്ളാഹിന്റെ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ സ്വപ്നങ്ങൾ, നമ്മുടെ നേതാക്കന്മാരുടെ സ്വപ്നങ്ങൾ ഓരോന്നോരോന്ന് വരികയാണ്. അതിൽ ഭൗതിക വിദ്യാഭ്യാസം വന്നു, അതുപോലെ പത്രരംഗം വന്നു. ഇനി ഏതൊക്കെ രംഗങ്ങളാണ് വരാത്തതെന്നറിയില്ല. മല്ലന്ത സഹോദരി, നിങ്ങൾ നേരത്തെ കണ്ടുവച്ചിട്ടില്ലാത്തതൊക്കെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയും എന്ന്, നിനക്ക് സമ്പാദിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ആ ഒരു ചെറു വാക്യം ഈ സന്ദർഭത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ ഈ ആശംസകൾ ഞാൻ ചുരുക്കുന്നു. ഇതിൻ്റെ നമ്മുടെ ബന്ധപ്പെട്ടവർക്കെല്ലാം സഹായിച്ചവർക്കെല്ലാം അല്ലാഹു തക്ക പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസകളോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 9 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സുപ്രഭാത സംബന്ധിയായ ഡോക്യുമെന്ററി ഏതാനും സമയത്തിനകം പ്രദർശിപ്പിക്കുന്നതാണ്. ശരീരത്തിന്റെ ആഴവും തരത്തിൽ വേണ്ടുവോളം മനസ്സിലാക്കിയ പ്രോജ്വല വ്യക്തിത്വം, സമസ്ത ജനജീവിതത്തിൽ ഉലമയ്ക്ക് കൃഷ്ണാപരമായ നേതൃത്വം നൽകുന്ന ബഹുമാന വ്യക്തിത്വം ഷെയ്ഖുന MK അബ്ദുൽ മുസ്ലിയാർ സദസ്സിൽ അഭിമുഖീകരിക്കുന്നു. സാദരം പ്രസംഗപീഠത്തിലേക്ക് ക്ഷണിക്കുന്നു. ഉസ്താദുമാരെ, നേതാക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനികളെ, എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. സമസ്തയെ സ്നേഹിക്കുന്നവരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നമ്മളെല്ലാവരും വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം,
അതിന് അതിൻ്റേതായ ഒരു നിലപാടും നയവും ആദർശവും ഭരണഘടനയും പ്രവർത്തന രീതിയും ശൈലിയും ഒക്കെ ഉണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ മുഴുവൻ കീഴ്ഘടകങ്ങളും ആ നയവും ആദർശവും ശൈലിയും ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇന്ന് വരെ പ്രവർത്തിച്ചു പോകുന്നത്, പ്രവർത്തിച്ചിരിക്കുന്നു. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, സാദാത്തുക്കൾ, വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ കാളമ്പാടി ഉസ്താദ് വരെയുള്ള മഹാന്മാരായ ഉഖറബിയായ മുഖ്ലിസീങ്ങളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളും മശായിഖന്മാരും നേതൃത്വം വഹിച്ചുകൊണ്ടാണ്, അവരുടെ ആത്മീയ സാന്നിധ്യത്തിന് വിധേയമായിക്കൊണ്ടാണ് ഈ സംഘടന ഇവിടെ പ്രവർത്തിച്ചു പോകുന്നതും അതിൻ്റെ സകല പ്രവർത്തനങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാടുകൾക്കും അതിൻ്റെ ആശയങ്ങൾക്കും യാതൊരു പോറലും ഒരു കോട്ടവും സംഭവിക്കാതെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ ഒരു ദിനപത്രം തുടങ്ങുന്നതിനെ സംബന്ധിച്ച്, അതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച്, അതിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ചും ദോഷങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ പ്രയാസങ്ങളെ സംബന്ധിച്ചും സാധ്യതകളെ സംബന്ധിച്ചും ഒക്കെ ധാരാളം ചർച്ചകൾ നടത്തപ്പെട്ടതിൻ്റെ ശേഷം എല്ലാവരും ആഗ്രഹിച്ച ആ ഒരു മഹത്തായ ആഗ്രഹം, അഭിലാഷം, അത് ഇന്ന് പൂർത്തീകരിച്ചു എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പൂർത്തിയായി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ തുടക്കം ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കം ഇന്ന് ആരംഭിച്ചിരിക്കുക മാത്രമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിനുവേണ്ടി നാം പ്രവർത്തിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മുഅല്ലിമീങ്ങളും നമ്മുടെ സഹോദരന്മാരും നാട്ടിലുള്ള സഹോദരന്മാരും വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ പത്രത്തിനു വേണ്ടി, സുപ്രഭാതം പത്രത്തിനു വേണ്ടി സമസ്തയുടെ നേതാക്കൾ പലരും വിദേശത്ത് പോയി ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരു പ്രത്യേകമായ സമസ്തയുടെ നേതൃത്വം അതിന്റെ ആവശ്യങ്ങൾക്കും മാത്രം വിജയമായിക്കൊണ്ടുള്ള ഒരു പ്രത്യേക നയവും രീതിയുമാണ് ഈ പത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രൂപീകരിക്കുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറയിൽ അത് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തതിന്റെ ശേഷം അതിനനുസരിച്ചുകൊണ്ട് മാത്രമാണ് ഈ പത്രത്തിന്റെ പ്രവർത്തനം നടക്കുന്നതും നടക്കാൻ പോകുന്നതും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. പത്രപ്രവർത്തനം എന്ന് ശേഖരിച്ച് വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഈ പ്രവൃത്തി അത് നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണമെന്ന് എല്ലാവരും ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ ഒരു ഹുദ്ഹുദ് എന്ന് പറയുന്ന ഒരു പക്ഷി, മഹാനായ സയ്യിദുനാ നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഒരു പക്ഷി, ഒരു വാർത്ത, മിൻ സബഇൻ ബിനബഇൻ അദീം എന്ന് പറഞ്ഞ യമനിലുള്ള സബഅ ഗോത്രത്തിൽ നിന്ന് ഒരു പ്രധാന വാർത്ത സുലൈമാൻ നബി അലൈഹിസ്സലാമിന് നൽകുകയും ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന്
ആ നാട്ടിലുള്ള വലിയൊരു സമൂഹത്തെ തന്നെ നന്നാക്കാൻ സാധിച്ചു. അതിന് കാരണമായ ഒരു വാർത്തയാണ്. വാർത്തയുടെ പ്രാധാന്യമാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സമസ്തയുടെ പത്രം, സമസ്തയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ പത്രം, ഇഖ്റ പബ്ലിക്കേഷൻ നടത്തുന്ന ഈ പത്രം തീർച്ചയായും ഈ സമൂഹത്തിന്റെ ഗുണത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന പത്രമായിരിക്കുമെന്നതിൽ സംശയമില്ല. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിന്റെ നയത്തിൽ, അതിന്റെ പോളിസിയിൽ 25-ാമതായി പറയുന്ന ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഇവിടെ ഒരു വാർത്ത മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ഏതൊരു വാർത്തയും പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പല മുഖങ്ങൾ നൽകിക്കൊണ്ട് പല വിധത്തിൽ അവർക്ക് ആ വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. പക്ഷേ സുപ്രഭാതത്തിനൊരു പ്രത്യേകമായ നയമുണ്ട്. വാർത്തകൾ രണ്ടു വിധമുണ്ട്. ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന വാർത്തകളുണ്ട്, നന്മ ഉൾക്കൊള്ളുന്ന വാർത്തകളും തിന്മ ഉൾക്കൊള്ളുന്ന വാർത്തകളുമുണ്ട്. നന്മ ഉൾക്കൊള്ളുന്ന വാർത്തകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലും, തിന്മ ഉൾക്കൊള്ളുന്ന വാർത്തകൾ അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുമായിരിക്കണം നമ്മുടെ പത്രത്തിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കേണ്ടത് എന്ന് അത് ഒരു നിർബന്ധം വെച്ചിരിക്കുകയാണ്. ആ നിലയിൽ നല്ല നിലക്ക് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും അതിനോട് ജനങ്ങൾക്ക് പിൻപറ്റാനുള്ള മനസ്ഥിതി ഉണ്ടാകുന്ന വിധത്തിൽ, തിന്മയുടെ വാർത്തകൾ ജനങ്ങൾ അതിൽ നിന്ന് പിന്തിരിയാൻ കാരണമാകുന്ന വിധത്തിൽ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് ഒരു പുതിയ നിലപാടിൽ ഈ പത്രം നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ സമസ്തയെ നയിച്ച മഹത്തുക്കളായ മഹാന്മാരായ സാദാത്തുക്കളുടെയും ഉഖ്റവിയായ മുഖ്ലിസീങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും ബർക്കത്ത് കൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി അതിനുവേണ്ടി സഹായിച്ച് പ്രവർത്തിക്കണമെന്ന് ഈ അവസരത്തിൽ എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, ജംഷനിക കരുത്താൽ സമസ്തക്ക് കരുത്ത് പകരുന്ന അത്ഭുത പ്രതിഭ, ആഗോള പണ്ഡിത സഭാംഗം ഡോക്ടർ ബഹൗദ്ദീൻ മുഹമ്മദ് നബി സൗസൻ അഭിമുഖീകരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. പുസ്തകങ്ങളുടെ പ്രഭാഷണ ശേഷം ഡോക്യുമെന്ററി പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനരായ പണ്ഡിതന്മാരെ, സാദാത്തുമാരെ, സംഘടനാ പ്രവർത്തകന്മാരെ, ഈ പരിപാടിയിൽ സന്നിഹിതരായ സുഹൃത്തുക്കളെ, സഹൃദയരെ, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ, സത്യസന്ധന്മാരോടുകൂടി ആകണം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും കീഴ്ഘടകങ്ങളുടെയും പ്രവർത്തകന്മാരുടെ ചിരകാലാഭിലാഷം സാക്ഷാത്കൃതമാകുന്ന സുദിനമാണ് ഇന്ന്. ഈ സുപ്രഭാതം ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കേരളത്തിന്റെ വിശിഷ്യ വിദ്യാഭ്യാസപരവും സമാധാനപരവും സാംസ്കാരികവും മറ്റെല്ലാ നിലക്കുമുള്ള ഔന്നത്യത്തിന് ശക്തമായ പങ്കാളിത്തം വഹിക്കുന്ന ഒരു മാധ്യമമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ശക്തരായ പ്രവർത്തകന്മാർ, മുഅല്ലിമീങ്ങൾ, കേരളത്തിന്റെ ഓരോ മുസ്ലിം മഹല്ലത്തിലും നിത്യസാന്നിധ്യമായ മുഅല്ലിമീങ്ങളാണ് സുപ്രഭാതം ഈ വിധത്തിൽ വിജയിപ്പിക്കുന്നതിന് കൈമെയ് മറന്ന് അധ്വാനിച്ച ഒരു വിഭാഗമെന്ന് ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. അതുപോലെ SKSSത്തിന്റെ പ്രവർത്തകന്മാരും മറ്റു നമ്മുടെ മഹല്ല പ്രവർത്തകന്മാർ, സാമുദായിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇവരൊക്കെ അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു വലിയ സംരംഭം സാക്ഷാത്കരിച്ചു എന്നത് ദൈനംദിനം നടത്തിക്കൊണ്ടുപോവുക എന്നത് അതിനേക്കാൾ ശ്രമകരമാണ്. അതിലും ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഇതുവരെ ഉണ്ടായതിനേക്കാൾ ഉപരിയായി ഉണ്ടായിരിക്കണമെന്ന് ഉണർത്താൻ കൂടി, സമസ്തയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരല്ല സമുദായം. സമൂഹത്തിലെ ശക്തമായ ഒരു സാന്നിധ്യമാണ് സമുദായം. സമുദായങ്ങളെയും സമൂഹങ്ങളെയും ഒക്കെ മുന്നിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നത് വിദ്യാഭ്യാസവും സംസ്കാരവുമാണ്.
ഇഖ്റ ബിസ്മി റബ്ബിക് എന്ന് പറഞ്ഞുകൊണ്ട് നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്ന് പഠിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെയും തജ്ജന്യമായ സംസ്കാരത്തിന്റെയും അതിലധിഷ്ഠിതമായ ധർമ്മനിഷ്ഠമായ ജീവിതത്തിന്റെയും ഒക്കെ മഹത്വം ലോകത്തിനു മുമ്പിൽ ശക്തമായി പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ അനുയായികളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രവർത്തകന്മാരും അതിന്റെ ഗുണകാംക്ഷികളും അതിന്റെ സഹകാരികളുമൊക്കെ. അതുകൊണ്ട് തന്നെ ഈ മാധ്യമം സുപ്രഭാതം ഒരു ചെറിയ സംഭവമല്ലാതെ ദിനപത്രം നടത്തുക എന്ന് പറഞ്ഞാൽ അത് അതിനെപ്പറ്റി പഠിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് വായനക്കാരുടെ മുൻപിൽ നമ്മുടെ ഈ സുപ്രഭാതം ആരോഗ്യകരമായി ആകർഷകമായി സുന്ദരമായി അതിന്റെ യഥാർത്ഥ ധർമ്മം നിർവഹിക്കുന്നതായി എത്തിച്ചേരണമെങ്കിൽ ഇനിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ കൈമൈമറന്ന് ഉള്ള അധ്വാനം തന്നെ ഇനിയും ഉണ്ടാകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഈ സുപ്രഭാതത്തിന് സർവ്വവിധ വിജയവും ആശംസിച്ചുകൊണ്ടും ഈ മാധ്യമ രംഗത്തുള്ള മറ്റു പത്രങ്ങളോടൊക്കെ കിടപിടിച്ച് അന്തസ്സോടുകൂടെ നിലനിൽക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്യുമെന്ററി പ്രദർശനത്തിന് തൊട്ടുമുമ്പ് കോഴിക്കോട് കാലി സമൂഹം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന അമരനേതൃത്വം സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജനനമേലി സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. ബഹുമാനരായ തങ്ങളവരുടെ പ്രസംഗത്തിലേക്ക് അധ്യക്ഷനെ വിളിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന റളിയല്ലാഹു അൻഹും. ബഹുമാനാദരവുള്ള ഷെയ്ഖ് ചർച്ചി ഉസ്താദ് കൊട്ടുവന ഉസ്താദ്, വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, പ്രിയങ്കരായ ഉസ്താദ്മാരെ, ഈ ഇവിടെ സന്നിധരായിട്ടുള്ള എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇന്നേറെ സന്തോഷവും ആഹ്ലാദവുമുള്ള ഒരു ദിവസമാണ്. ഇതുവരെ നാം കാത്തിരുന്ന സുപ്രഭാതം നമ്മുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് അധ്വാനങ്ങളും ഒരുപാട് സഹോദരങ്ങളുടെയും സഹായം ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് നമുക്ക് ചെയ്യാവുന്നത് അവർക്കൊക്കെ തക്ക പ്രതിഫലം സർവശക്തം നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെയൊക്കെ പൂർണ്ണ പങ്കാളിത്തവും സഹകരണവും സഹായവും ഉണ്ടായിരിക്കണം. അള്ളാഹു നമ്മുടെ സംരംഭങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ. നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ ഉസ്താദുമാർ, അള്ളാഹുവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ മുൻനിറഞ്ഞ ഉസ്താദന്മാരെ സ്മരിക്കുന്നതോടൊപ്പം അവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് സർവ്വ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സ്മരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വാഗതം. അബ്ദുറഹ്മാൻ സംവിധാനം ചെയ്ത സുപ്രഭാത സംബന്ധിയായ ഡോക്യുമെന്ററിയുടെ പ്രദർശനത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നു. ആറ് എഡിഷനുകൾ, സമർത്ഥരായ മാധ്യമ പ്രവർത്തകർ, അത്യാധുനിക പ്രിന്റിംഗ് ടെക്നോളജി, ശക്തമായ നെറ്റ്വർക്കിംഗ് സംവിധാനം, മാധ്യമലോകം കീഴടക്കാൻ വേണ്ടതെല്ലാം സുപ്രഭാതത്തിനുണ്ട്. മലയാളി കാത്തിരുന്ന സുപ്രഭാതം ദിനപത്രം നിങ്ങളുടെ കൈകളിൽ. പറയേണ്ടത് പറയാൻ, അരുതാത്തത് പറയുന്നവരെ തിരുത്തിക്കാൻ, ഇരകളുടെ ശബ്ദമാകാൻ, രാജ്യത്തിന്റെ വികസന മോഹങ്ങൾക്ക് സഞ്ചാരമാർഗമൊരുക്കാൻ, വാർത്തകളുടെ ശുദ്ധ ഉറവിടമാകാൻ, മലയാളിയുടെ പ്രഭാതങ്ങൾക്ക് ഉണർവേകാൻ വന്നു സുപ്രഭാതം. വിളി കേൾക്കാൻ, വിളിച്ചുണർത്താൻ സുപ്രഭാതം ദിനപത്രം. മലയാളി പറഞ്ഞു തുടങ്ങി, സത്യമറിയാൻ ഇനി മുതൽ സുപ്രഭാതമുണ്ടെന്ന്. വിളി കേൾക്കാൻ, വിളിച്ചുണർത്താൻ സുപ്രഭാതം ദിനപത്രം.
സുപ്രഭാതം ദിനപത്രത്തിലെ പ്രകാശന ചടങ്ങ് ഇസ്ലാമിക് ക്ലാസ് റൂമുകളിലൂടെയും മറ്റ് സൈറ്റുകളിലൂടെയും വീക്ഷിക്കുന്ന സുപ്രഭാതത്തിന്റെ സ്നേഹജനങ്ങൾക്ക് ആശംസകൾ. സങ്കുചിതത്വത്തിന്റെയും സ്വജനപക്ഷപാതിത്വത്തിന്റെയും കരിനിഴൽ വീണ മാധ്യമ ലോകത്ത് കൃത്യമായ അവലോകനങ്ങളും സത്യസന്ധമായ മാധ്യമ ധർമ്മവും കൊണ്ട് വാർത്താ ലോകം കീഴടക്കാൻ ഇന്നു മുതൽ സുപ്രഭാതം ദിനപത്രമുണ്ട്. സുപ്രഭാതം ദിനപത്രം, മലയാളി കാത്തിരുന്ന സുപ്രഭാതം ദിനപത്രം. ഒരു ചാവി ഏതാനും ചാർജുകൾ വീണ് കിട്ടിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടവർ മൈക്ക് ബോർഡുമായി ബന്ധപ്പെട്ടാൽ ലഭ്യമാകുന്നതാണ്. ഇനി അക്ഷരങ്ങളുടെ പൂക്കാലം. സുഹൃത്തുക്കൾ കാണാൻ, സുഹൃത്തുക്കളിൽ പങ്കുചേരാൻ, ദേശീയ ബന്ധത്തിൽ നിർണായക ഘടകമാകാൻ, ഇരയുടെ അവകാശങ്ങൾക്ക് തടപെടുക, നിറവോട് പറയുന്നവർക്ക് അക്ഷരങ്ങൾ കൊണ്ട് ചങ്ങലച്ചരടിടാൻ തുറന്നു പുത്തൻ പ്രഭാതം. മലയാളി കാത്തിരുന്ന സുപ്രഭാതം ദിനപത്രം. വാഹന ഉടമകളുടെ ശ്രദ്ധയ്ക്ക് സുപ്രഭാതത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കാളികളാകാൻ വന്നവർ പാർക്ക് ചെയ്ത വാഹനങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഉടൻ മാറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ജഗന്യന്താവായ അള്ളാഹുവിന്റെ പരബോധി സൃഷ്ടികാലങ്ങളിൽ ഉത്കൃഷ്ടനാണ് മനുഷ്യൻ. ആദിമപിതാവ് ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പിലൂടെ ഭൂമിയിൽ മനുഷ്യപ്പിറവിയുടെ സമാരംഭം കുറിച്ചു. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ പരിപാലിച്ച് നിലനിർത്തുവാൻ ചുമതലപ്പെട്ട മനുഷ്യവംശത്തിന്റെ നാളുകളിലേക്ക് നാമു കുറിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലായി ആദം സന്തതികൾ വ്യാപരിച്ചു. പരന്നൊഴുകുന്ന ജനസഞ്ചയത്തെ ദിശാബോധങ്ങൾ സൃഷ്ടിലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുവാൻ ആദം നബിക്ക് പിറകെയായി 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ നിയോഗിതരായി. സനാതന മൂല്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് ധർമ്മസംസ്ഥാപനത്തിന്റെ അനിവാര്യ ഘട്ടങ്ങളിൽ പ്രവാചകനായി അവതരിച്ച് വീട്ടിൽപ്പെട്ട് ദിശപെട്ടിയ ജനസഞ്ചയത്തെ നേർമാർഗത്തിലേക്ക് തെളിയിക്കുകയായിരുന്നു ഇവരുടെ നിയോഗലക്ഷ്യം. പ്രവാചക ശൃംഖലയുടെ ആദ്യ കന്നി മനുഷ്യപിതാവായ ആദം അലൈഹിസ്സലാമും അവസാന കന്നി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിരുന്നു. നൂഹ്, ഇബ്രാഹിം, മൂസ, ദാവൂദ്, ഈസാ അലൈഹിസ്സലാം തുടങ്ങിയ പ്രധാനികളായ പ്രവാചകന്മാരുടെ അവസാനത്തെ കന്നിയായാണ് തിരുദൂതർ ഈ പരമ്പരയിലേക്ക് വന്നത്. അന്ത്യപ്രവാചകന്റെ ജനനവും പ്രവൃത്തി കേന്ദ്രവും മക്കയും മദീനയുമായിരുന്നു. തങ്ങളുടെ 1 ലക്ഷത്തിലധികം വരുന്ന ശിഷ്യന്മാർ ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് ഈ സന്ദേശവുമായി കയറി ചെന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അങ്ങനെയാണ് ഈ സന്ദേശത്തെ പരിചയപ്പെടുത്താൻ അറബിക്കടലിന്റെ തിരമാലകളേറ്റ് പ്രശോഭിച്ചിരുന്ന കൊച്ചു കേരളത്തിന്റെ ഭൂമികളിലേക്ക് മാലിക് ഇബ്നു ദീനാറും സംഘവും വന്നിറങ്ങുന്നത്. ചരിത്രപരമായി ഒട്ടുവളരെ ശ്രദ്ധിക്കപ്പെട്ട കൊച്ചു കേരളം ഒരു മഹാവിപ്ലവത്തിന്റെ മാറ്റുലിയേറ്റുവാങ്ങാൻ തയ്യാറാവുകയാണ്. ആർഷക സംസ്കാരത്തിന്റെ സനാതന മൂല്യങ്ങളുടെ സൂക്ഷിപ്പുകാരായി മാറേണ്ടി വന്ന മഹാരഥന്മാരുടെ ചരിത്രത്തിന്റെ ഏടുകളെയാണ് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഇടനാഴികയായി നാം പരിചയപ്പെട്ടത്.
വിദേശാധിപത്യത്തിന്റെ കരാളഹസ്തത്തിൽ ഇന്ത്യയുടെ അസ്തിത്വം മുറിഞ്ഞമരുമ്പോഴും വ്യക്തിത്വം മടിയറവയ്ക്കാൻ തയ്യാറല്ലായിരുന്നു ഭാരതീയർ. ഈ ഉപഭൂഖണ്ഡത്തിന്റെ വൈജ്ഞാനിക സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് എന്നും നേതൃപരമായ സംഭാവനകൾ നൽകിയ കേരള ജനത എല്ലാ സാഹചര്യങ്ങളിലും വ്യത്യസ്ത നിലപാടുകളായി ശ്രദ്ധിക്കപ്പെട്ടു. ഇവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെന്ന പണ്ഡിത സഭയുടെ സാന്നിധ്യം കേരള ജനത ശ്രദ്ധിച്ചു തുടങ്ങിയത്. സമൂഹത്തെ സനാതന മൂല്യങ്ങളിൽ അടിയുറപ്പിച്ചു നിർത്തേണ്ടതിന്റെ നിർബന്ധിത സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തവും സുനിശ്ചിതവുമായ മുഖ്യധാരയിലേക്ക് എവിടെയൊക്കെ വഴിതെറ്റിപ്പോയ ജനസംഖ്യത്തെ തിരിച്ചുകൊണ്ടുവരികയാണ് സമസ്ത ചെയ്തത്. കോഴിക്കോട് വലിയ പള്ളി ഈ ചരിത്ര വിജയത്തിൽ തിരഞ്ഞെടുത്ത മഹാരഥന്മാരായ വരത്തൽ മുല്ലക്കോഴത്തങ്ങളും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുമാണ് ദീർഘവീക്ഷണത്തിന്റെ സഭയ്ക്ക് നേതൃത്വം നൽകിയത്. പ്രവാചകനിൽ നിന്നും ഏറ്റെടുത്ത പ്രകാശത്തിന്റെ പൊൻകിരണവുമായി ലോകത്തെമ്പാടും സഞ്ചരിച്ച പ്രവാചകന്റെ അനുചരന്മാരുടെ അനുയായികളിൽ ചിലർ ലക്ഷ്യത്തിൽ നിന്നും അകലുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഈ മഹാന്മാരായ പണ്ഡിതന്മാർ സമൂഹത്തെ കൽപ്പാന്താവിലേക്ക് ഉറപ്പിച്ചു നിർത്തുവാൻ ഇറക്കമൊഴിച്ചിരുന്ന ദിനരാത്രങ്ങളുടെ നിമിഷങ്ങളെയാണ് ഇതിനു പിന്നിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. സൂര്യനുദിക്കുന്ന ദിക്കിൽ നിന്നും അസ്തമനം വരെ പരന്നു കിടക്കുന്ന ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഇസ്ലാമിക ചിഹ്നങ്ങളും വിശ്വാസ സംഹിതയും ഉൾക്കൊള്ളുന്ന ജനസമൂഹങ്ങളും ഇസ്ലാം മുഖ്യമതമായി സ്വീകരിച്ച രാജ്യങ്ങളും മുസ്ലിം വിശ്വാസികൾ ആധിക്യമുള്ള രാജ്യങ്ങളും. പക്ഷേ കേരളത്തിൽ ഇസ്ലാമിക വിശ്വാസികൾ താരതമ്യേന കുറവാണ്. ഇവിടെയാണ് 10,000-ലധികം പ്രാഥമിക മതവിജ്ഞാന പാഠശാലകൾ അഥവാ മദ്രസകളും 1000-ലധികം വിജ്ഞാന സ്രോതസ്സുകളായ പള്ളി ദർസുകളും 200-ലധികം അറബിക് കോളേജുകളുടെയും ഒക്കെ നിറസാന്നിധ്യത്തിന് അടിത്തറപാകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന മേഖലയിൽ തലയുയർത്തി തന്നെയാണ് സമസ്ത നിലകൊള്ളുന്നത്. പണ്ഡിത തറവാട്ടിലെ മുത്തശ്ശോഭയായിരുന്ന കന്നിയത്ത് അഹമ്മദ് മുസ്ലിയാരും പണ്ഡിത ലോകത്തെ സൂര്യതേജസ്സായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും സമസ്തയെ ഉത്തുംഗ സോപാനത്തിലേക്ക് നയിച്ചവരിൽ പ്രമുഖരായിരുന്നു. ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്ത് ലോക പണ്ഡിത സഭയുടെ പല തീരുമാനങ്ങളെയും തിരുത്താൻ നിമിത്തമായി മാറിയ ശംസുൽ ഉലമ ഇസ്ലാമിക ലോകത്ത് എന്നുമെന്നും സൂര്യതേജസ്സായി നിലനിൽക്കുന്നതിന്റെ ബഹിഷ്കരണമായാണ് മതസാമൂഹിക സാംസ്കാരിക രംഗത്തെ ഉന്നത വീക്ഷണവും നിലപാടും സ്വീകരിച്ച് സമസ്ത എന്നും നേതൃനിരയിൽ ഉറച്ചു നിൽക്കുന്നത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും സമസ്ത കേരള സുന്നി മഹൽ ഫെഡറേഷനും സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീനും സുന്നി യുവജന സംഘവും സമസ്ത കേരള മാനേജ്മെന്റ് അസോസിയേഷനും സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും സമസ്ത കേരള സുന്നി ബാലവേദിയും ഒക്കെയായി മനുഷ്യന്റെ സാമൂഹികമായ ജീവിതത്തിലെ എല്ലാ മേഖലയിലും കടന്നു ചെന്ന് സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം പോഷക സംഘടനകളുടെ സമന്വയമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹാപ്രസ്ഥാനം. മലയാളികളുടെ ദിനചര്യയിലെ പ്രധാന ഇടപെടലുകളാണ് വാർത്തകളും വിശകലനങ്ങളും. ഒരു പണ്ഡിത സഭയ്ക്ക് നേരിട്ട് ഇടപെടാവുന്ന വിഷയങ്ങളുടെ പരിമിതി പലപ്പോഴും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ ജനമാനസത്തെ നിലനിർത്താൻ ആവശ്യമായ ഇടപെടലുകൾ സമസ്ത എല്ലാ കാലത്തും നിർവഹിച്ചു പോന്നിട്ടുണ്ട്. സമസ്ത ഒരിക്കലും വീണുകിട്ടിയ സാഹചര്യങ്ങൾ എടുത്തുപയോഗിച്ച് സാമൂഹ്യാന്തരീക്ഷത്തെ മലിനമാക്കാറില്ല. അഭിപ്രായ പ്രകടനങ്ങളോടൊപ്പം അർത്ഥഗർഭങ്ങളായ മൗനങ്ങളുടെയുമാണ് സമസ്ത പല രംഗങ്ങളെയും നിയന്ത്രിച്ചത്. ചില പ്രത്യേക സാമൂഹിക പ്രതിസന്ധികളെ തന്മയത്വത്തോടെ നേരിട്ട് സമാധാനാന്തരീക്ഷം സ്ഥിരപ്പെടുത്താനായിരുന്നു സമസ്ത ശ്രദ്ധ ചെലുത്തിപ്പോകുന്നത്. ഇത്തരം മഹത്തായ നിലപാടുകൾ രൂപീകരിച്ച് നടപ്പാക്കുന്നതിൽ പാണക്കാട് കുടുംബമടക്കമുള്ള മഹാന്മാരായ സാദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയും മുത്തുനിൽപ്പ് സമുദായത്തിന്
എന്നും അടിത്തറയായിട്ടുണ്ട് എന്നത് സാന്ദർഭികമായി ഓർക്കുകയാണ്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സങ്കലനമായി മാറുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാർത്താമാധ്യമങ്ങൾക്ക് പക്ഷങ്ങൾ മാറി നിലപാട് സ്വീകരിക്കേണ്ടി വരുമ്പോൾ ജനപക്ഷ നിലപാടുകളുടെ ഇടവ് പ്രകടമായി തോന്നിയ സാഹചര്യത്തിലാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ പത്രലോകത്തേക്ക് തുടങ്ങി വരാൻ തീരുമാനമെടുത്തത്. ഓരോ പ്രഭാതവും സർവശക്തന്റെ പുത്തൻ സൃഷ്ടിയാണ്. ആ പ്രഭാതത്തിന്റെ ശോഭയുമായാണ് സുപ്രഭാതം കൈരളിയുടെ കരങ്ങളിലേക്ക് എത്തിയത്. കടന്നു ചെന്ന ഒട്ടുമിക്ക മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുന്ന സമസ്തയ്ക്ക് പത്രപ്രസിദ്ധീകരണവുമായി രംഗത്ത് വന്നപ്പോഴും ചരിത്രം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 5 ലക്ഷം വരിക്കാരും 6 എഡിഷനുമായി തുടക്കം കുറിക്കുന്ന സുപ്രഭാതത്തിന്റെ സവിശേഷം. ജനനിലപാടുകളിൽ ഉറച്ച് ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്ന വിശ്വാസത്തിലാണ് വിളിച്ചുണർത്താനും വിളി കേൾക്കാനുമായി സുപ്രഭാതം നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ഒരു നൂറ്റാണ്ടിന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ നെഞ്ചിലേറ്റി ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച ജനലക്ഷങ്ങളെ വിശ്വാസത്തിലെടുത്ത് ഇതാ സുപ്രഭാതം പ്രോജ്വലിക്കുകയായി. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സാക്ഷര കേരളീയുടെ മതവിദ്യാഭ്യാസ നവോത്ഥാന സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി ലക്ഷ്യത്തിന്റെ പാരമ്യതയിലേക്ക് കുതിരക്കുതിപ്പ് കുതിക്കുന്ന കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനം സമസ്ത കേരള സിവിൽ സ്റ്റുഡന്റ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉസ്താദ് ഓണംപള്ളി മുഹമ്മദ് സലി സദസ്സൻ അഭിമുഖീകരിക്കുന്നു. സാധനം പ്രസംഗത്തോടത്തിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه أجمعين. അഭിനന്ദരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെ പോഷക ഘടകങ്ങളുടെയും നേതാക്കൾ, സുപ്രഭാതം ദിനപത്രത്തിന്റെ ഈ പ്രകാശന ചടങ്ങിന് ഓടിയെത്തിയിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപഘടകങ്ങളുടെ പ്രവർത്തകർ, വളരെ ധന്യമായൊരു നിമിഷത്തിന് സാക്ഷിയായാണ് നമ്മളെല്ലാം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നത്. എത്രയോ കാലമായി നമ്മുടെ മനസ്സുകളിൽ നിരന്തരമായി ആലോചനകൾ നടക്കുകയും ഒരുപാട് രാവുകളും പകലുകളും നിരന്തരമായ പ്രവർത്തനങ്ങളുടെയും ആലോചനകളുടെയും ഒക്കെ ഒരു ഉൽപ്പന്നമായാണ് ഈ പത്രം നമ്മുടെ മുമ്പിലെത്തിയിട്ടുള്ളത്. ഇവിടെ എല്ലാവരും വിശേഷിപ്പിച്ചതുപോലെ തന്നെ സുപ്രഭാതത്തിന്റെ ഒരു പ്രത്യേകത തന്നെ ഈ പേര്, ഈ നാമകരണം പോലും ഏറെ ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. പല സാംസ്കാരിക നേതാക്കളും തന്നെ ഞങ്ങളോട് സൂചിപ്പിച്ചതും അതുതന്നെയാണ്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും കടത്തിവെട്ടുന്ന വിധത്തിൽ വളരെ മനോഹരമായൊരു നാമധേയമാണ് സുപ്രഭാതത്തിന് നൽകപ്പെട്ടത്. അത് അല്ലാഹുവിന്റെ അനുഗ്രഹമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കറാമത്തായി കേരളത്തിലെ വളരെ പ്രഗത്ഭരായ പത്രപ്രവർത്തന രംഗത്ത് കാലൂന്നി വർഷങ്ങളും പതിറ്റാണ്ടുകളും കഴിഞ്ഞവർക്ക് സാധിക്കാത്ത വിധം 6 എഡിഷനുകളിലായി ലക്ഷക്കണക്കിന് കോപ്പികളായി സുപ്രഭാതം ദിനപത്രം വരികയാണ്. ഇതുവരെ നാം പറഞ്ഞത് പലരെയും കൊണ്ട് പറയിപ്പിക്കേണ്ടിയിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് പറയാനുള്ളത് നമുക്ക് തന്നെ പറയാൻ, നമ്മുടെ മാധ്യമം എന്ന നിലയിൽ കാര്യങ്ങളെ വെട്ടിത്തുറന്ന് പറയാനും അതോടൊപ്പം തന്നെ സത്യസന്ധമായൊരു മാധ്യമ പ്രവർത്തനം എങ്ങനെയാകണം എന്ന് പഠിപ്പിക്കാനും സാധ്യമാകുന്ന വിധത്തിലാണ് സുപ്രഭാതം ദിനപത്രം നമ്മുടെ മുമ്പിലെത്തുന്നത്. കേരളത്തിൽ മാധ്യമങ്ങൾ കുറവില്ല എന്ന് വരുന്നത് ശരിയാണെങ്കിലും ഈ മാധ്യമങ്ങൾക്കപ്പുറത്ത് സംസ്കാര സമ്പന്നമായ ഒരു മാധ്യമ പ്രവർത്തനത്തിന് ജനങ്ങളുടെ മുമ്പിൽ എത്രമേൽ വലിയ പ്രാധാന്യമുണ്ട് എന്നതിന്റെ തെളിവാണ് സുപ്രഭാതം ദിനപത്രത്തിന്റെ വരിസംഖ്യ ചേർക്കാൻ ഒരു കാലത്ത് അതിന്റെ തുടക്കക്കാരെന്ന നിലയിൽ അതിന്റെ പരിപാടികൾ ആവിഷ്കരിക്കുമ്പോഴൊക്കെ ആഗ്രഹിച്ചതിനേക്കാളും ആലോചിച്ചതിനേക്കാളും ഏറെ ലക്ഷക്കണക്കിന് വരുന്ന കോപ്പികൾ എന്ന നിലയിലേക്ക് സുപ്രഭാതം ദിനപത്രം എത്തുകയും ചെയ്തിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ വലിപ്പത്തിന്റെ കൂടെ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചരിത്രപരമായ ഓരോ നിമിഷങ്ങളെയും
അതിലേറ്റവും പ്രധാനപ്പെട്ടതായി, അതിന്റെ നാഴികക്കല്ലായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ഈ മഹാപ്രസ്ഥാനം എന്ന നിലയിലാണ് സുപ്രഭാതം ദിനപത്രം നമ്മുടെ മുമ്പിലുള്ളത്. ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമുക്ക് വലിയ കാര്യങ്ങളുണ്ട്. ഒരു മാധ്യമം എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അധികാരമാണ്, ഒരു പവറാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യങ്ങൾ പറയാനും കേരളീയ സമൂഹത്തെ ഇസ്ലാമികമായ, നൈതികമായ, ധാർമ്മികമായ നന്മയുടെ വഴിയെ കൊണ്ടുപോകാനും സാധ്യമാകുന്ന വിധത്തിലുള്ള ഒരു പവറാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിർത്തത് അത് കൊടുക്കണേ. അതുകൊണ്ട് തന്നെ ഒരു മാധ്യമ സംസ്കാരത്തിന്റെ ഉദ്ഘാടന പതിപ്പിന്റെ പ്രിന്റിംഗ് കോപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത്. അത് ഇങ്ങനെ നിന്നാൽ നിങ്ങൾക്ക് ആർക്കും തരില്ല. അതേസമയം അവരവരുടെ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ ഇതിനുശേഷം വാളണ്ടിയർമാർ കൃത്യമായി നിങ്ങളെ ഏൽപ്പിക്കും. ഇങ്ങനെ നിൽക്കുന്ന ആർക്കും കിട്ടൂല, എല്ലാവരും സീറ്റിലിരിക്കുക. എന്നിട്ട് ഇനി പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളും കേട്ടതിനു ശേഷം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കോപ്പി കിട്ടും. 5000 കോപ്പിയുണ്ട്. 5000 കോപ്പി ഓരോരുത്തർക്കും അവരവരുടെ കൈകളിലെത്തും. അതുകൊണ്ട് നിങ്ങൾ അച്ചടക്കത്തോടു കൂടെ എല്ലാവരും അവരവരുടെ സീറ്റിൽ വന്നിരുന്നാൽ സീറ്റിലിരിക്കുന്ന ഓരോരുത്തരുടെയും മുമ്പിൽ വാളണ്ടിയർമാർ ആ പത്രത്തിന്റെ കോപ്പി തരും. ഇന്നത്തെ ഉദ്ഘാടനത്തിന്റെ പ്രൗഢമായ സദസ്സും അതിന്റെ വാർത്തയുമാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്നു. ആ 5000 കോപ്പിയും നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ സാധ്യമാകുന്ന വിധം നിങ്ങളെല്ലാവരും, പുറത്തുള്ളവരെല്ലാവരും ഇവിടെ വന്നിരിക്കണം. അങ്ങനെ ഇരുന്ന് ഈ സദസ്സ് ധന്യമാക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. സംസ്ഥയുടെ കീഴിൽ ഇങ്ങനൊരു മഹാപ്രസ്ഥാനം എന്ന നിലയിലാണ് ഇത്ര പബ്ലിക്കേഷൻസ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം. അത് ഒരു പത്രപ്രവർത്തനത്തിന്റെ മാത്രം അർത്ഥത്തിലല്ല, അതിനേക്കാളും അപ്പുറത്ത് ഒരുപാട് ആകാശങ്ങളുള്ള രൂപത്തിലാണ്. അഭിനന്ദരായ ഇതിന്റെ നേതാക്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ദിശയെ മാറ്റിക്കുറിക്കാൻ സാധ്യമാകുന്നു. അതിന്റെ സാംസ്കാരികമായ നൈതികതയെയും അതിന്റെ ധാർമ്മികതയും നിലനിർത്താൻ ആവശ്യമാകുന്ന വിധം ജ്ഞാനം കൊടുത്തു, നന്മ കൊടുത്തു, സംസ്കാരം നൽകി ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനത്തിന്റെ തണലിൽ ഈ മാധ്യമം വരികയാണ്. പലരും ഒരു പക്ഷേ ഇത്രയേറെ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, ഒരു പക്ഷേ ഇത്രയേറെ കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ അഭിനന്ദ നായകൻ വന്ദരായ ചെറുശ്ശേരി ഉസ്താദ് പ്രഖ്യാപിക്കുകയും സമസ്ത ഏറ്റെടുക്കുകയും സമസ്തയുടെ പ്രവർത്തകർ അത് ആവേശം പോലെ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ കാലത്തിന്റെ ഒരു വെല്ലുവിളി പോലെ ഒരുപക്ഷെ മാധ്യമരംഗത്ത് കുലപതികളായി നിൽക്കുന്നവരെ ഒക്കെയും ഞെട്ടിപ്പിക്കുന്ന വിധത്തിലാണ് സമസ്തയുടെ കീഴിൽ ഈ പത്രം വന്നിട്ടുള്ളത്. ഇനി വിളക്കുകൾ അണയും, സുപ്രഭാതം മാത്രം നിലനിൽക്കുന്ന ഒരു കാലം വരും എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം. വിളക്കുകൾ ഇന്നേ അണഞ്ഞു കഴിഞ്ഞു, ഇനി ആ വിളക്കുകൾക്ക് സ്ഥാനമില്ല. സൂര്യനുദിച്ചാൽ പിന്നെ നക്ഷത്രങ്ങൾ കണ്ണുതുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലാത്തതുപോലെ എല്ലാ വിളക്കും അണഞ്ഞു ഈ സൂര്യപ്രഭാതം അതിന്റെ നനുത്ത കിരണങ്ങളായി ഭൂമിയിൽ പതിച്ചു നിൽക്കുന്ന ഉഷസ്സിന്റെ സൗന്ദര്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം വളരെ സന്തോഷത്തോടുകൂടെ മറ്റൊരു കാര്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടും പ്രവർത്തകരോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മാധ്യമം നമ്മുടേതായി, അതോടൊപ്പം തന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുഴുവനും വായിക്കാൻ സാധ്യമാകുന്ന വിധത്തിലാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ പൊതുസമൂഹത്തിന്റെ സാംസ്കാരികമായ വായനയോടൊപ്പം തന്നെ നമ്മുടേതായ ഒരുപാട് അജണ്ടകളാണ് ഇതിലൂടെ നടപ്പിലാക്കപ്പെടുന്നത്. നമ്മുടേതായ ഒരു വായനാ സംസ്കാരം, ഇസ്ലാമികമായൊരു വായനാ പരിപ്രേക്ഷ്യം, അതോടൊപ്പം സംഘടനാപരമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ വരികൾക്കിടയിൽ വായിക്കാൻ സാധ്യമാകുന്ന വിധത്തിലാണ് ഈ പത്രത്തിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടാവുക. നിങ്ങൾ കാണുന്ന വിധം എല്ലാ പരിപാടികളും കൂടി വന്ന് ഒരു ഡംപിംഗ് ഏരിയയാകും എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് വരികൾക്കിടയിൽ നിന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ വായിക്കാൻ, പറയേണ്ടി വന്നാൽ ആരെയും കൂസാതെ പറയാനും ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും തന്റെയിടത്തോടെ കാര്യം പറയാനും സാധ്യമാകുന്ന ഒരു തന്റെയിടമുള്ള സുപ്രഭാതമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിന് ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരാവേശം ഇൻഷാ അല്ലാഹ് 2015 ഫെബ്രുവരി 19 മുതൽ 22 വരെ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ മഹാസമ്മേളനം നടക്കുകയാണ്. ഇനി ആർക്കും ഈ സമ്മേളനത്തെയോ അല്ലെങ്കിൽ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്തകളെയും മറ്റും സംസ്കരിക്കാൻ സാധ്യമാകാതെ പോകും. സുപ്രഭാതം അത് പുറത്തു കൊണ്ടുവരുന്നതോടുകൂടെ മാധ്യമങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടി വരും. ഒരു കാലത്ത് ലക്ഷങ്ങൾ തടിച്ചുകൂടിയ മഹാസമ്മേളനങ്ങൾ നമ്മൾ മാത്രം നടത്തിയ, അല്ലെങ്കിൽ നമുക്ക് മാത്രം നടത്താൻ സാധ്യമായ മഹാസമ്മേളനം നടന്നപ്പോഴൊക്കെയും മറ്റുള്ളവരുടെ വാതിൽക്കൽ പോയി മുട്ടിനിന്ന് ഞങ്ങളുടെ വാർത്തകൾ കൊടുക്കണേ എന്ന് പറയേണ്ടതിന് പകരം ഞങ്ങൾക്ക് വാർത്ത തരുമോ എന്ന് പത്രമാധ്യമങ്ങൾ ചോദിച്ചു വരുന്ന ഒരു കാലത്തേക്കാണ് സുപ്രഭാതം ദിനപത്രം എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 2015 ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്ന ഈ പരിപാടിയെ സുപ്രഭാതത്തിന്റെ കൂടെ നിന്നുകൊണ്ട്
അതിനെ വളരെ കൃത്യമായി അടുക്കും ചിട്ടയോടുകൂടെ നടത്താൻ ശ്രമിക്കുമ്പോൾ 25,000-ഓളം വാളണ്ടിയർമാർ കൂടുന്ന സമർക്കന്ത് എന്ന് പറയുന്ന ഒരു മഹാസമ്മേളന നഗരി ഒരുങ്ങുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സമർക്കന്ത് എന്ന് പറയുന്നത് തന്നെ അതിന്റെ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ജീവിതം കൊണ്ട് ധന്യമായ നാടാണ് സമർക്കന്ത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ വചനങ്ങൾക്ക് സംശോധന നൽകി ആർക്കും ഒരു കള്ളനും പ്രവാചകന്റെ പരിശുദ്ധ വചനങ്ങൾ കട്ടെടുക്കാൻ ചാൻസ് കൊടുക്കാതെ ഈ സമുദായത്തിന് ഈ ജ്ഞാനവിശുദ്ധി നിലനിർത്താൻ സാധ്യമാകുന്ന പരിശ്രമത്തിന്റെയും പരീക്ഷണങ്ങളുടെയും പേരാണ് ഇമാം ബുഖാരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയാം, ഈ 2015 സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ സമർക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കള്ളനും അഷ്റഫുൽ ഖൽഖിനെ എടുക്കാൻ സാധ്യമാകാത്ത വിധം അള്ളാഹുവിന്റെ പ്രവാചകന്റെ പരിശുദ്ധമായ വചനങ്ങളെയും തിരുശേഷിപ്പുകളെയും ആരാണ് സൂക്ഷിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലാണ് സമർക്കന്ത് നാളെ ഒരുങ്ങാൻ പോകുന്നത്. ആ പരിശുദ്ധമായ സമ്മേളന പരിപാടികളെയും ഒക്കെ വിജയിപ്പിക്കാൻ നമുക്ക് തുണയായി, നമുക്ക് തണലായി ഒരു വടവൃക്ഷം പോലെ സുപ്രഭാതം നമ്മുടെ മുമ്പിൽ തണലുരിച്ചു നിൽക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, ആശംസകളോടെ ജീവരക്തം നൽകിയും ഈ മഹാപ്രസ്ഥാനത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ നമ്മളുണ്ടാകും. ഈ പ്രവർത്തകർ ഒരുമിച്ച് നിൽക്കുമെന്ന എല്ലാ അർത്ഥത്തിലുമുള്ള ഐക്യദാർഢ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുപ്രഭാതം സാക്ഷാത്കരിക്കാൻ അണിയറയിൽ ചതുര നീക്കങ്ങൾ നടത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഉസ്താദ് പ്രൊഫസർ അബ്ദുൽ ഹമീദ് ചെലി അമ്പലക്കടവ് പ്രൗഢമായ സദസ്സിന് നന്ദി ആശംസിച്ച പ്രഭാഷണം നിർവഹിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിൽ ഫായിസിൻ ബിറല്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, അനുഗ്രഹീതമായ ഈ ചടങ്ങ് ഉജ്ജ്വലമാക്കുന്നതിന് വേണ്ടി ക്ഷണിച്ച എല്ലാ അതിഥികളും യഥാസമയം ഇവിടെ എത്തിച്ചേർന്നു, ഭംഗിയാക്കി തന്നു. അതിഥികൾക്കും നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും ഒറ്റ വാക്കിൽ ആത്മാർത്ഥമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ നമ്മുടെ സുന്നി സെന്ററുകൾ, ഇസ്ലാമിക് സെന്റർ ഘടകങ്ങളുടെ പല പ്രധാനികളും ഇവിടെ ഇതിൽ സന്നിഹിതരായിട്ടുണ്ട്. ചിലർ ഈ പരിപാടിയിൽ സംബന്ധിക്കാനായി മാത്രം വിദേശത്ത് നിന്ന് വന്നവരാണ്. പ്രത്യേകിച്ച് അവർ ആത്മാർത്ഥമായി അവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ ശ്രദ്ധേയനായ വ്യക്തിത്വം, അലൈഹി സുന്നി സെന്ററിന്റെ പ്രഗത്ഭനായ നായകൻ, പ്രാസ്ഥാനിക രംഗത്ത് നമ്മുടെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ച KICR കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ചെയർമാൻ ബഹുമാന്യനായ സയ്യിദ് പൂക്കോയ തങ്ങൾ അവർകൾ, അതുപോലെ അബുദാബി സുന്നി സെന്ററിന്റെ പ്രഗത്ഭനായ നായകൻ ഡോക്ടർ അബ്ദുറഹ്മാൻ ഒളവിട്ടൂർ, ദുബൈ സുന്നി സെന്ററിന്റെ പ്രഗത്ഭനായ നായകൻ ജലീൽ ഹാജി ഒറ്റപ്പാലം, അതുപോലെ ഖത്തർ ഇസ്ലാമിക് സെന്ററിന്റെ പ്രഗത്ഭനായ അധ്യക്ഷൻ AV അബൂബക്കർ കാസിമി, ബഹ്റൈൻ സമസ്ത കേരള സുന്നി ജമാഅത്തിന്റെ പ്രഗത്ഭനായ ഉപാധ്യക്ഷൻ കുഞ്ഞുമുഹമ്മദ് ഹാജി, മസ്കറ്റ് സുന്നി സെന്ററിന്റെ പ്രഗത്ഭനായ ഉപദേശക സമിതി ചെയർമാൻ പൊറങ്ങ് അബ്ദുൽ മുസ്ലിയാർ, അതുപോലെ സൗദി അറേബ്യ, അജ്മാൻ, ദിബ്ബ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ വിവിധ ഘടകങ്ങളുടെ സമുന്നതരായ ഒട്ടനവധി നായകന്മാർ ഇവിടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രത്യേകം പേരെടുത്ത് പറയാതെ ആത്മാർത്ഥമായി അവർക്ക് കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ പരിപാടിയിൽ സംബന്ധിക്കേണ്ട ആദരണീയനായ നമ്മുടെ ഗുണകാംക്ഷനും ഗുരുവര്യനുമെല്ലാമായ അത്തിപ്പറ്റ മൊയ്തീൻ മുസ്ലിയാർ പ്രത്യേകം നമുക്കെല്ലാവർക്കും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്. ക്ഷീണം കൊണ്ടാണ് വരാത്തത്, അദ്ദേഹം വീട്ടിലുണ്ട്, സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നറിയിക്കുകയാണ്. അതുപോലെ ഇടയ്ക്കൊരറിയിപ്പ്, നമ്മുടെ ഇന്നത്തെ നടന്ന പരിപാടിയുടെ പുതിയ എഡിഷൻ സുപ്രഭാതം പ്രിന്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 100 കോപ്പികൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. ബാക്കി കോപ്പികളുടെ ഉടനെ എത്തുമെന്ന് അറിയിക്കുകയാണ്. അതോടെ വിതരണം ചെയ്യപ്പെടുമെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പിന്നെ പ്രത്യേകമായി നമ്മുടെ സംഘടനാ രംഗത്ത് ഈ വലിയ മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയ കേരള ഇസ്ലാം ക്ലാസ് റൂമിന്റെ പ്രഗത്ഭരായ
നമ്മുടെ നാട്ടിലെ നേതാക്കന്മാർ ഇന്നിവിടെ ക്ലാസ് റൂമിൽ ഈ കാര്യം തത്സമയം പ്രഖ്യാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെയും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമുകൾ വഴിയും സോഷ്യൽ നെറ്റ്വർക്ക് വഴിയും ഒരുപാട് നമ്മൾ മുന്നോട്ട് നയിച്ച സുപ്രഭാതത്തിന്റെ തന്നെ വഴിത്താരയിൽ ഒരുപാട് വിഘാതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി പലരും ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്ക് മീഡിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായ പ്രവർത്തകന്മാർ, അതോടൊപ്പം നമ്മുടെ ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുകളുടെയും എല്ലാ ഘടകങ്ങളുടെയും ഇതിനുവേണ്ടി കർമ്മനിരതരായി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഉസ്താദുമാരും നേതാക്കന്മാരും പ്രവർത്തകന്മാരും പ്രത്യേകം ഓർമ്മിക്കുകയാണ്. ഈ പത്രത്തിൽ ഇന്നും നമുക്ക് കോപ്പികൾ താഴെത്തട്ടിൽ എത്തിക്കാൻ സാധ്യമാകാത്ത വിധം നമുക്കൊരു കുറവാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമം ചെയർമാന്റെ നേതൃത്വത്തിൽ ഉച്ചയ്ക്ക് ശേഷം തന്നെ അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് കോപ്പികൾ ദ്രുതഗതിയിൽ ഈ ക്യാമ്പുകൾ നടത്തിക്കൊണ്ട് ഇത് ചേർത്ത് ലോകത്ത് റെക്കോർഡ് സൃഷ്ടിച്ച സമസ്ത കേരള ജംഇയ്യത്തുകളുടെ പ്രഗത്ഭരായ പ്രവർത്തകന്മാർ, റേഞ്ച് സാരഥികൾ, അഭിമന്യരായ ഉസ്താദുമാർ, ഖത്തീബുമാർ, പള്ളി മദ്രസ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ജനകാംക്ഷികളായ എല്ലാവർക്കും ഒറ്റവാക്കിൽ പ്രത്യേകിച്ച് ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന സന്തോഷപൂർവ്വം എത്തിച്ചേർന്ന നമ്മുടെ സജീവ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ആത്മാർത്ഥമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. ഒരൊറ്റ വാക്ക് മാത്രം സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നാം സത്യത്തിന്റെ മാർഗത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ഉറച്ച കാൽവെപ്പോടുകൂടി ധീരമായി മുന്നോട്ട് പോയതിന്റെ ഫലമായി മഹാന്മാരുടെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ട്, അവരുടെ ആത്മീയമായ ചിന്തന കൊണ്ട്, അവരുടെ എല്ലാവിധത്തിലുള്ള സഹകരണങ്ങൾ കൊണ്ടും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കേരളത്തിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങളുടെ കൂട്ടത്തിൽ മുൻനിരയിൽ സുപ്രഭാതം ആയിക്കഴിഞ്ഞു എന്ന് നമ്മളെല്ലാം ഇവിടുത്തെ പത്രപ്രവർത്തകന്മാർ വിലയിരുത്തി കഴിഞ്ഞു. നമ്മുടെ ചില പ്രതിയോഗികൾ നമുക്ക് ഇടയ്ക്കിടെ പ്രയാസങ്ങൾ വിഘ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. അവരെ ഏറ്റവും നിസ്സാരമായി ഒരു തലമുടിയുടെ നാരിയെ കൊണ്ട് കെട്ടിയിട്ട ശേഷം ഇതാ പ്രവർത്തന രംഗത്ത് ധീരമായി മുന്നോട്ട് പോകാനുള്ള ഈ കുതിച്ചുകാട്ടം സുപ്രഭാതത്തിലൂടെ നാം യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പത്രത്തിന്റെ കോപ്പികൾ എത്തിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടും. ഒറ്റവാക്കിൽ വീണ്ടും നന്ദി. സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹുവിനെ ദുആ ചെയ്യാം. പരാതികൾ മുഴുവൻ ഇൻഷാ അല്ലാഹ് പരിഹരിക്കാൻ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതുവരെ സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം നൽകുന്നു. അസ്സലാമു അലൈക്കും.